ഇവിടെ മിസസ് വിൽസൺ സാക്ഷി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. മരണഭീതിയായിരുന്നു, മരണഭയമായിരുന്നു. മരണം വന്ന് മാടി വിളിച്ചുകൊണ്ടിരുന്നു, മരണത്തിന്റെ ശക്തികൾ വന്ന് വിഴുങ്ങുവാൻ വേണ്ടി ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു ആ സഹോദരിയെ മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു, അത്ഭുത സൗഖ്യം നൽകി. കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നിന്റെ ജീവിതത്തിലുള്ള തകർച്ചകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ പാപമാണ് നിന്റെ ജീവിതത്തിന്റെ സകല തകർച്ചകളുടെയും കാരണം. അതിന്റെ ഹേതു അതാണ്. ആ കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴി തെളിയുകയാണ്. അടഞ്ഞുപോയ പല വഴികൾ നിന്റെ ജീവിതത്തിലുണ്ട്. പല നന്മകൾ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ടും നന്മയ്ക്ക് പകരം തിന്മയാണ് വന്നത്. അതിന്റെ കാരണം നീയും ദൈവമായിട്ടുള്ള ബന്ധം ശരിപ്പെടാഞ്ഞത് കൊണ്ടാണ്. ഈ സന്ധ്യാകാലം നിനക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. യേശുവിൽ കൂടെ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ ഇടപെടുവാൻ കഴിയും. യേശുവിൽ കൂടെ ദൈവവുമായി നിരപ്പിലാകാൻ കഴിയും. ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ കഴിയും. ദൈവവുമായി കോംപ്രമൈസിലെത്താൻ കഴിയും. ദൈവത്തിന്റെ പൈതലായി തീരാൻ കഴിയും. ദൈവ കുടുംബത്തിലേക്ക് നിന്നെ ദത്തെടുക്കുമെന്ന് ബൈബിൾ പറയുന്നു. നീ ദൈവത്തിന്റെ അവകാശിയായി മാറും. യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി മാറും. നിന്റെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. നിന്റെ അകത്ത് നിത്യജീവൻ തരും. നിന്റെ അകത്ത് സമാധാനം തരും. നിന്റെ അകത്ത് സ്വസ്ഥത തരും. മദ്യം നിനക്ക് സമാധാനം തരത്തില്ല. മദ്യം ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ഒരിക്കലും നിനക്ക് പരിഹാരമല്ല. അത് വർദ്ധിക്കത്തേയുള്ളൂ പ്രശ്നം. ഒരിക്കലും ദൂഷിച്ച വഴികളോ ദൂഷിച്ച കൂട്ടുകളോ കെട്ടുകൂട്ടുകളോ ഗുണ്ടായിസമോ ഒന്നും നിന്റെ അകത്ത് സ്വസ്ഥത തരത്തില്ല, സമാധാനം തരത്തില്ല. മനുഷ്യ, ദൈവത്തിന് മാത്രമേ നിന്റെ ഉള്ളിനെ നിറയ്ക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് മാത്രം നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ശൂന്യത നിന്റെ അകത്ത് സൃഷ്ടിപ്പിൽ തന്നെ ഉണ്ട്. ആ ശൂന്യതയുമായിട്ടാണ് നീ പിറന്നിരിക്കുന്നത്. അവിടെ നിറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാണ്, ഞാൻ നിന്റെ ജീവിതത്തെ സൗഖ്യമാക്കാം, ഞാൻ നിന്റെ ജീവിതത്തെ വിടുവിക്കാം, ഞാൻ നിന്റെ ജീവിതത്തെ രക്ഷിക്കാം, ഞാൻ നിന്റെ കുടുംബത്തെ പണിയാം, നിന്റെ തകർച്ചകളെ ഞാൻ മാറ്റാം. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ അകത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു വിളക്ക് കത്തിച്ച അനുഭവം ഉണ്ടാകും. നിന്റെ പെരയ്ക്കകത്ത് ദൈവം ഐശ്വര്യത്തിന്റെ ഒരു ദീപം കത്തിച്ചു വെക്കും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വിളക്ക് നിന്റെ വീടിനകത്ത് ദൈവം കത്തിച്ചു വെക്കും. നിനക്ക് വേണ്ടിയത് അതാണ്. ഇരുട്ടാണ് നിന്റെ ഭവനത്തിൽ പോരാടുന്നത്. ഇരുട്ടിന്റെ ശക്തികളാണ് നിന്റെ കുടുംബത്തിൽ വാഴുന്നത്. അതിനെ ഓടിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ. ഇരുട്ടിനെതിരെ എത്ര ചീത്ത വിളിച്ചാലും അത് പോകത്തില്ല. ഇരുട്ടിനെ മുഷ്ടി ഇരുട്ടി ഇടിച്ചാലും അത് പോകത്തില്ല. ഇരുട്ടോടിപ്പോകാൻ ഒരു മാർഗമേ ഉള്ളൂ. വെളിച്ചം കൊളുത്തുക. നിന്റെ വീട്ടിൽ ആത്മീയതയുടെ വെളിച്ചം കൊളുത്തുവാൻ ഇന്ന് രാത്രി ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്. ഈ വിളക്കുമായി നീ പോകാവുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചമായ ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ ഈ ബന്ധനങ്ങൾ അടിഞ്ഞു മാറും. യേശു മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയിട്ട് മടങ്ങി വരും. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. രണ്ടാമത് വരും, വീണ്ടും വരും, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് പോയ ഒരേ ഒരാളെ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. അവൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരും. ലോകത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്നത് എന്താണ്? യേശുവിന്റെ മടങ്ങി വരവിന് മുമ്പ് നടക്കുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങൾ ലോകത്ത് നടക്കുകയാണ്. എന്താണ് ലോകത്തിലെ സമാധാനം? എന്താണ് ലോകത്തിൽ ഒരു നേതാവിനും ഒരു രാജ്യത്ത് സ്വസ്ഥതയുണ്ടാക്കാൻ കഴിയുന്നില്ല? എല്ലാ രാജ്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങളുണ്ട്. എന്താണ് കാരണം? ഒരിടത്തും ഭരണസ്ഥിരതയില്ല. എന്താണ് കാരണം? ഇതെല്ലാം വിളിച്ചു പറയുന്നു. ഇളകുന്ന ഈ രാജ്യങ്ങൾ വിളിച്ചു പറയുന്നു, ഇളകാത്ത ഒന്ന് സ്ഥാപിപ്പാൻ യേശു മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതൊരു വലിയ പ്രത്യാശയാണ്, ഇതൊരു വലിയ പ്രതീക്ഷയാണ്. ജീവിതത്തിലെ ഏത് തകർച്ചകളിലും നിന്റെ അകത്ത് പ്രതീക്ഷ നൽകുവാൻ ദൈവത്തിന് കഴിയും. നീ ഒറ്റയ്ക്കല്ല.
കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്താം. ഈ ലോകത്തിൽ ഞാൻ നിന്നെ കൈപിടിച്ച് നടത്താം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നീ തനിയെ ആകത്തില്ല. ഒരു നല്ല രക്ഷകൻ പറയുന്നു, ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നടത്താം. ആരായി പറയുന്നത് നോക്കിക്കേ, അവന്റെ കയ്യിൽ ആണിയുടെ പാടുണ്ട്. നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഇരുമ്പാണിക്ക് വേണ്ടി കൈ നീട്ടിക്കൊടുത്ത യേശു ക്രിസ്തുവാണ് നിന്നെ വിളിക്കുന്നത്. വരിക മകനെ, വരിക, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്താം. ഇന്ന് രാത്രി നിന്നെ നീ സമർപ്പിച്ചു കൊടുക്കുമോ? യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നീ പ്രാർത്ഥിക്കുമോ? ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. നിനക്കൊരു അത്ഭുതം ആവശ്യമാണ്. 2012 ആണ്ട് ആ 2-ാം മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ നിനക്കൊരു അത്ഭുതം ആവശ്യമാണ്. നിന്റെ ജീവിതത്തിന്റെ അത്ഭുതം ആവശ്യമാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം ആവശ്യമാണ്. നീ മടുത്തില്ലേ? ജീവിതം ജീവിച്ച് മടുത്തില്ലേ? ഒരു പുതിയ വഴി തുറക്കാൻ കാത്തിരുന്നിട്ട് തുറന്നു വരാതെ നീ മടുത്തു നിൽക്കുകയല്ലേ? ഇന്ന് രാത്രി യേശു പറയുന്നു, നിനക്ക് വേണ്ടി പുതിയ വഴി ഞാൻ തുറക്കാം. നിനക്ക് വേണ്ടി പുതിയ വാതിൽ ഞാൻ തുറക്കാം. നിന്നെ ഞാൻ കൈപിടിച്ച് നടത്താം. യേശു ചോദിക്കുന്നു, നിന്റെ കരം എന്റെ കയ്യിലേക്ക് നീട്ടിത്തരാമോ? ഞാൻ നിന്നെ കൈപിടിച്ച് നടത്താം. ഇന്ന് രാത്രി എത്ര പേര് പറയും, യെസ് ലോർഡ്, കർത്താവേ ഞാൻ വരുന്നു, എന്നെ കൈപിടിച്ച് നടത്തണമേ? എത്ര പേർ അവരുടെ കരങ്ങൾ നീട്ടിക്കൊടുക്കും? യേശുവേ, അവിടെ നിന്റെ കയ്യെ പിടിക്കണമേ, ഞാൻ വരാം. നടത്തലക്കാൻ കണ്ണടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൂരിയ കാൽവരി ഉയർത്തപ്പെട്ട ക്രൂശിന്മേൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു, മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവരെ തിരുസാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ന് രാത്രി നീ പറയുമോ, യേശുവേ, എന്റെ രക്ഷകനായി വരേണമേ? യേശുവേ, എന്റെ ജീവിതത്തിന്റെ രക്ഷകനായി അവിടുന്ന് വരേണമേ. എനിക്ക് അങ്ങയെ ആവശ്യമാണ്. അവിടുന്ന് എന്നെ നടത്തണമേ. എന്റെ ജീവിതത്തെ അവിടുന്ന് രക്ഷിക്കണമേ. രാത്രി ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ പ്രാർത്ഥന ഹൃദയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. യേശു എന്റെ ജീവിതത്തിന്റെ രക്ഷകനായി വരേണം. എന്റെ ജീവിതത്തിന് അകത്ത് ഒരു രൂപാന്തര അനുഭവം ഉണ്ടാകണം. എനിക്കൊരു സന്തോഷം വേണം. എനിക്ക് സമാധാനം വേണം. എൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തണം. അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷയുള്ളവർ കൈയൊന്ന് പൊക്കി പിടിച്ചാൽ മതി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പല കൈകൾ ഇവിടെ ഉയർന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൽ ദൈവം നിങ്ങളെ സ്പർശിച്ചിരിക്കുന്നു എന്ന് രാത്രി ഉയർത്ത കൈകൾ ഒരുപക്ഷെ പുറമെ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് മനസ്സിൽ കൈ ഉയർത്തിയ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ പ്രിയ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾ അറിയിച്ചു. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സാക്ഷ്യം ഗാന്ധി പാർക്കിൽ ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, ഈ വചനത്തിന്മേൽ മഞ്ഞും മഴയും അയച്ച് 30, 60, 100 പേരെ വിളയുവാൻ ഇടയാക്കണം. ഓരോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഓരോറ്റയാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ ക്രൂശിന്റെ വചനത്താൽ രൂപാന്തരപ്പെടാൻ ഇടയാക്കണമേ. അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ മക്കളെ ഏൽപ്പിക്കുന്ന ദൈവനാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ അവിടുത്തെ അനുഗ്രഹങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.